ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും മറ്റുള്ളവർക്കായി പരിശ്രമിച്ച് തഴയപ്പെടുന്നത് മനുഷ്യത്വരഹിതമാണ്. ജോലിക്ക് അർഹിക്കുന്ന വേതനം എന്നത് ആരുടെയും അവകാശമാണ്. എടുക്കുന്ന ജോലിക്ക് മതിയായ പ്രാധാന്യവും ശമ്പളവും എന്ന അവകാശം നേടിയെടുക്കാൻ തെരുവിൽ സമരം ചെയ്യുന്ന വനിതകളുടെ ദയനീയമായ അവസ്ഥ കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. കൊയിലാണ്ടി നെല്ലിയാടിക്കടവിൽ എക്സൈസ് സംഘത്തിന്റെ റെയ്ഡ്. 600 ലിറ്റർ വാഷും 15 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വളരാൻ സഹായിക്കുന്ന നയങ്ങളാണ് ബിജെപി സർക്കാർ നടത്തുന്നതെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്. വൃക്ക ധമനി വീക്കത്തിന് 3D ലാപ്രോസ്കോപ്പി ലോകത്താദ്യമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ. അതിസങ്കീർണ ശസ്ത്രക്രിയ വിജയം. രോഗി സാധാരണ ജീവിതത്തിലേക്ക്. വാർത്തകൾ വിശദമായി. കൊയിലാണ്ടി നെല്ലിയാടിക്കടവിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 600 ലിറ്റർ വാഷും 15 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി വേണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. രഹസ്യവിവരത്തെ തുടർന്ന് കൊയിലാണ്ടി നെല്ലിയാടിക്കടവിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. പരിശോധനയിൽ 600 ലിറ്റർ വാഷും 15 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു. കൊയിലാണ്ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി വേണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. തോണിയിൽ സൂക്ഷിച്ച നിലയിൽ വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റെയ്ഡ് വ്യാപിപ്പിക്കുമെന്നും അനധികൃതമായി ചാരായം നിർമ്മിച്ചു വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ പി വേണു പറഞ്ഞു. കഴിഞ്ഞ മാസം ഇവിടുന്ന് നമ്മൾ 400 ലിറ്റർ വാഷ് കണ്ടുപിടിച്ച് കേസെടുത്തിട്ടുണ്ട്. പക്ഷെ ആളാരാന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയത് ഇപ്പോൾ ഇന്ന സ്ഥലമായതുകൊണ്ട് ആളെ പറ്റി നമുക്കൊരു വിവരം കിട്ടി. അതിന്റെ അന്വേഷണം പേരാമസി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. APK റോഡിൽ ആളൊഴിഞ്ഞ തുരുത്തിലാണ് വാറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു മാസം മുൻപ് ഇതേ സ്ഥലത്തു നിന്ന് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ വാറ്റ് ഉപകരണങ്ങൾ കണ്ടെത്തിയിരുന്നു. AC കരുണൻ, K ബാബു, K ഷൈജു, PK ജയപ്രസാദ്, പ്രവീൺ ഐസക്, ഡ്രൈവർ വിജയൻ എന്നിവരും റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും ഇവർ ഉടൻ വലയിലാകുമെന്നും എക്സൈസ് സംഘം അറിയിച്ചു. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വളരാൻ സഹായിക്കുന്ന നയങ്ങളാണ് ബിജെപി സർക്കാർ നടത്തുന്നതെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്. കേരള NGO അസോസിയേഷൻ 40ാം ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള NGO അസോസിയേഷന്റെ 40ാം ബ്രാഞ്ച് സമ്മേളനം സിവിൽ സ്റ്റേഷൻ എഞ്ചിനീയേഴ്സ് ഹാളിലാണ് സംഘടിപ്പിച്ചത്. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വളരാൻ സഹായിക്കുന്ന നയങ്ങളാണ് ബിജെപി സർക്കാർ നടത്തുന്നത്. ഈ നയങ്ങൾ സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2 മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യ രാജ്യത്ത് നടന്നത് ചെറുതും വലുതുമായ 662 വരുന്ന വർഗീയ കലാപങ്ങളാണ്. അതിലേറിയ പങ്ക് നടന്നത് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലുമാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു പുതിയ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകേണ്ടതായ സ്റ്റേറ്റുകളിലൊക്കെ ചെറുതും വലുതുമായ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി മനുഷ്യ മനസ്സിനെ തമ്മിൽ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്നവർ അതിന് നേതൃപരമായ പങ്കുവഹിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസോസിയേഷൻ പ്രസിഡന്റ് BN ബൈജു അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ ബ്രാഞ്ച് ശില്പശാലയിലെ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ജില്ലാ പ്രസിഡന്റ് MA ഖാദർ, ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ, V അബ്ദുൾ റസാഖ്, C പ്രേമവല്ലി, P വിനയൻ, M പ്രകാശൻ, NC സുനിൽകുമാർ, K മോഹനൻ, CM ഗിരീഷ്, K മാധവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ സ്ത്രീകളുടെ നേതൃത്വ വികസന പരിപാടിയായ നയി രോഷ്നിക്ക് ഒയിസ്ക സെന്ററിൽ തുടക്കമായി. ADM K രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ നെയ് റോഷ്നി പദ്ധതിക്ക് കോഴിക്കോട് ഒയിസ്ക സെന്ററിൽ തുടക്കമായി. ന്യൂനപക്ഷ സ്ത്രീകളുടെ നേതൃത്വ വികസന പരിപാടിയാണ് നെയ് റോഷ്നി.
ഓയിസ്ക സെന്ററിൽ 6 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ADM കെ രാധാകൃഷ്ണൻ പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ അരവിന്ദ് ബാബു അധ്യക്ഷം വഹിച്ചു. PK നളിനാക്ഷൻ, P ചന്ദ്രശേഖരൻ എന്നിവർ സംബന്ധിച്ചു. നേതൃത്വ പരിശീലനം മുതൽ നമ്മുടെ ഈ റേഷൻ കാർഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൂടി അവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഈ 125 ആള് ലീഡേഴ്സായി മാറിയിട്ട് അവരുടെ സൊസൈറ്റിയിലേക്ക് ചെന്നിട്ട് അവരുടെ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് എന്താവശ്യമുണ്ട് അവരെ നയിക്കാനാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. തുടർന്ന് നടന്ന സെമിനാറിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവകാശങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് കലാറാണി, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാത്യു എന്നിവർ ക്ലാസുകളെടുത്തു. മിംസ് ഹോസ്പിറ്റലിൽ ലോകത്താദ്യമായി റീനൽ വെയിൻ അന്യൂറിസം 3D ലാപ്രോസ്കോപ്പിയിലൂടെ വിജയകരമായി നീക്കം ചെയ്തതായി ഓപ്പറേഷന് നേതൃത്വം നൽകിയ ഡോക്ടർമാർ പറഞ്ഞു. തുടർന്ന് ഓട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയും രോഗി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നതായും മിംസ് സാരഥികൾ പറഞ്ഞു. റീനൽ വെയിൻ അന്യൂറിസം എന്ന വൃക്കധമനി വീക്കം ലോകത്താദ്യമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് 3D ലാപ്രോസ്കോപ്പിയുടെ സഹായത്തോടെ വിജയകരമായി നീക്കം ചെയ്യുകയും ഓട്ടോ റീട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയും ചെയ്തു. തൃശൂർ കടവല്ലൂർ സ്വദേശിയായ 44-കാരൻ അബ്ദുൽ ഖാദറിന്റെ വലത് വൃക്കയെ ബാധിച്ച വലിയ വെയിൻ അന്യൂറിസമാണ് വിജയകരമായി നീക്കം ചെയ്ത് രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചത്. ലോകത്താദ്യമായി നടന്ന അതിസങ്കീർണമായ ഈ ശസ്ത്രക്രിയയ്ക്ക് മിംസ് ഹോസ്പിറ്റലിലെ 3D ലാപ്രോസ്കോപ്പിക് യൂറോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണമോഹനും സംഘവുമാണ് നേതൃത്വം നൽകിയത്. 10 സെന്റിമീറ്ററോളം വലിപ്പമുള്ള വലിയ വെയിൻ അന്യൂറിസം ബാധിച്ച അവസ്ഥയിലാണ് അബ്ദുൽ ഖാദർ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയെത്തിയത്. ഏതു നിമിഷവും വീക്കം ബാധിച്ചിരുന്ന ധമനി പൊട്ടുകയും അങ്ങനെ സംഭവിച്ചാൽ ജീവൻ തിരിച്ചുപിടിക്കാൻ സാധിക്കില്ല എന്നതുമായിരുന്നു ചികിത്സ തേടിയെത്തുമ്പോൾ അബ്ദുൽ ഖാദറിന്റെ അവസ്ഥ. വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റു ചികിത്സകൾ യാതൊന്നും ചെയ്യാനില്ല എന്ന നിലപാടിലായിരുന്നു നേരത്തെ അദ്ദേഹത്തെ ചികിത്സിച്ച ആശുപത്രിയിലെ ഡോക്ടർമാർ. ഈ സാഹചര്യത്തിൽ ഗുരുതരമായ രോഗാവസ്ഥയെക്കുറിച്ച് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹരിഗോവിന്ദുമായി ചർച്ച ചെയ്ത് വിശദമായി പഠിച്ച ശേഷം ഇത്തരത്തിലുള്ള അതിസങ്കീർണമായ രീതി ഉപയോഗിച്ചാൽ രോഗിയുടെ ജീവൻ രക്ഷപ്പെടുത്താനാകുമെന്ന് ഡോക്ടർ കൃഷ്ണമോഹൻ ഉറച്ച തീരുമാനത്തിലെത്തുകയായിരുന്നു. ലോകത്തെവിടെയും ഇതുവരെ ഇത്രയും വലിയ വെയിൻ അന്യൂറിസം വിജയകരമായി നീക്കം ചെയ്തിട്ടില്ല എന്നും ഓപ്പറേഷന് നേതൃത്വം നൽകിയ മിംസിലെ ഡോക്ടർമാർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള ചെറേക്കാട്ട്, ഡോക്ടർ കൃഷ്ണമോഹൻ, ഡോക്ടർ ഹരിഗോവിന്ദ്, ഡോക്ടർ ആശിഷ് ജിൻഡാൽ, ഡോക്ടർ രേഖ എസ് തുടങ്ങിയവരും ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അബ്ദുൽ ഖാദറും പങ്കെടുത്തു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ഡീസൽ നികുതി 4% കുറയ്ക്കുക, ദീർഘദൂര പെർമിറ്റുകൾ KSRTC ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഡീസൽ നികുതി 4% കുറയ്ക്കുക, ദീർഘദൂര പെർമിറ്റുകൾ KSRTC ഏറ്റെടുത്ത് സർവീസ് നടത്തുക, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തിയത്. കലക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ജീവനക്കാർ വളരെ സൗഹാർദ്ദപരമായിട്ട് പെരുമാറുന്നുണ്ട്. അവരെ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. KSRTCയെ തകർക്കുന്നത് ഗവൺമെന്റ് നയങ്ങളാണ്. എന്താ വരുമാനം കുറയാൻ കാര്യം? സർക്കാർ, കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് എല്ലാ തരത്തിലും സ്വകാര്യവൽക്കരണത്തെ സഹായിക്കുന്നവരാണ്. സ്വകാര്യ ബസ് ഉടമസ്ഥന്മാരെ സഹായിക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് വലിയ സ്വാധീനമുള്ള, സർക്കാരിൽ സ്വാധീനമുള്ള സ്വകാര്യ ബസ് ഉടമകളുടെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന സമീപനങ്ങൾ അതിനകത്തുണ്ട്. എല്ലാ സ്വകാര്യ ബസ് ഉടമകൾ തന്നെ സാധാരണക്കാരായ ഒറ്റപ്പെട്ട ബസ് നടത്തുന്ന ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ട് ലഭിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രഭാകരൻ, ജില്ലാ സെക്രട്ടറി N ശശിധരൻ, PM അശോകൻ, രാജൻ മക്കട, KN ഗോപാലൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഗാർഹിക പീഡന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘടനാ അംഗങ്ങൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ RL ബൈജു വിഷയാവതരണം നടത്തി. ഗാർഹിക പീഡന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘടനകളുടെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് അവലോകന യോഗവും ശില്പശാലയും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ RL ബൈജു വിഷയാവതരണം നടത്തി. പുതിയ നിയമ സംവിധാനങ്ങൾ ഉൾക്കൊള്ളാൻ മടി കാണിക്കുന്നതാണ് സംസ്ഥാനത്ത് നിയമലംഘനങ്ങൾക്ക് കാരണമെന്ന് RL ബൈജു പറഞ്ഞു. 15-നും 49-നും ഇടയിലുള്ള 1/3 സ്ത്രീകൾ ഗാർഹിക പീഡനത്തിന് ഇരയാവുന്നുണ്ട്. 10% സ്ത്രീകൾ ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയാവുന്നു. ഇതിൽ തന്നെ 3.2% സ്ത്രീകൾ വിവാഹം കഴിച്ചവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർ CA ലത പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി വകുപ്പും സാമൂഹ്യ സുരക്ഷാ വെൽഫെയർ ബോർഡും സംയുക്തമായാണ് യോഗവും ശില്പശാലയും സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡ് വെൽഫെയർ ഓഫീസർ PN പത്മകുമാർ, KSSWB ചെയർപേഴ്സൺ ഖമറുന്നിസ അൻവർ,
KSSWB ബോർഡ് മെമ്പർ ബിന്ദു കൃഷ്ണ, വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ഡോക്ടർ ലിൻസി AK, KSSWB പ്രൊജക്ട് മാനേജർ മുഹമ്മദ് നിസാർ C തുടങ്ങിയവരും പങ്കെടുത്തു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വള്ളംകളിയുടെ താളമില്ലാതെ എന്തോണം, പുലികളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, കൈകൊട്ടിക്കളിയുടെ ഈണമില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം, കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ്, ഒത്തൊരുമിക്കാം, ഓണമൊരുക്കാം. കല്യാൺ സിൽക്സിനൊപ്പം. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മാന്യമായ വേതനം ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ സിഇഒമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ആരംഭിച്ച സമരത്തിന് പ്രതിപക്ഷ നേതാവ് MT പത്മ പിന്തുണ പ്രഖ്യാപിച്ചു. 16 വർഷമായി തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ഇവരുടെ ന്യായമായ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും MT പത്മ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ വിഭാഗത്തിൽ 1999 മുതൽ 750 രൂപ വേതനത്തിൽ നിയമിതരായവരാണ് 8 കമ്മ്യൂണിറ്റി ഓഫീസർമാർ. 2001-ൽ 1500 രൂപയിലേക്ക് ഉയർത്തിയ വേതനം 16 വർഷമായിട്ടും അതേപടി നിലനിർത്തുകയാണ്. നിരവധി തവണ ശമ്പള വർധനവിനും സ്ഥിരം നിയമനത്തിനും ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല സമീപനം സ്വീകരിക്കാൻ കോർപ്പറേഷനോ ഭരണാധികാരികളോ തയ്യാറായില്ല. എറണാകുളത്തും വടകര, കൊയിലാണ്ടി നഗരസഭകളിലും സിഇഒമാരെ സ്ഥിരപ്പെടുത്തി. കോർപ്പറേഷന്റെ സൽപ്പേരിനായി പ്രവർത്തിച്ച തങ്ങൾക്ക് മാന്യമായ ശമ്പളം പോലും നിഷേധിക്കുകയാണെന്ന് സിഇഒമാർ പറയുന്നു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമരപ്പന്തലിൽ ഓഗസ്റ്റ് 18 മുതൽ പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് MT പത്മ സമരപ്പന്തലിൽ പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിച്ചു. എത്രയും വേഗം ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് MT പത്മ പറഞ്ഞു. ഇവരെ കുറിച്ച് ഒരു ആലോചനയോ ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു എൻഹാൻസ്മെന്റോ ഒന്നും കൊടുത്തില്ല. ലതിക M, ഗായത്രി M, സഷിത N, ഷീല MP, നളിനി T, സ്മിത N, ശൈല ചാക്കോ, സതീദേവി തുടങ്ങിയവരാണ് പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നത്. കർഷക തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSKTU നേതൃത്വത്തിൽ നടക്കുന്ന ത്രിദിന സത്യാഗ്രഹം 2ാം ദിനം പിന്നിട്ടു. കർഷക തൊഴിലാളി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ CK ശശീന്ദ്രൻ 2ാം ദിന സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ അന്യായമായി തടഞ്ഞുവെച്ച കർഷക തൊഴിലാളി പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSKTU നേതൃത്വത്തിൽ ത്രിദിന സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. കലക്ടറേറ്റിന് മുമ്പിൽ നടക്കുന്ന സമരത്തിന്റെ 2ാം ദിനം കർഷക തൊഴിലാളി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാസം 500 രൂപ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നാണക്കേടാണ്.
അത് അംഗീകരിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ്, സമീപനമാണ് നമ്മൾ ഈ സത്യാഗ്രഹ സമരത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. അത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. KSKTU വൈസ് പ്രസിഡന്റ് പി ബാബുരാജ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK സജിത, പി പുഷ്പ, AK രാഘവൻ, MM ദാമോദരൻ, K ദിവാകരൻ, KP ദേവകി എന്നിവർ സംബന്ധിച്ചു. പെൻഷൻ കുടിശ്ശിക തീർത്ത് ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക, പെൻഷൻ തുക 1000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, പെൻഷൻ വരുമാന പരിധി ഉയർത്തുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. മാനദണ്ഡം ലംഘിച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റൽ അവസാനിപ്പിക്കുക, മുഴുവൻ സ്ഥലം മാറ്റവും വെബ്സൈറ്റിൽ ഇടുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. മാനദണ്ഡം ലംഘിച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റൽ അവസാനിപ്പിക്കുക, മുഴുവൻ സ്ഥലമാറ്റങ്ങളും വെബ്സൈറ്റിലിടുക, UDF സർക്കാർ അനുവദിച്ച ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ 10% പ്രമോഷൻ കേഡർ സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ അനുവദിക്കുക, 50 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ടെസ്റ്റ് എക്സംഷൻ ആനുകൂല്യം പഞ്ചായത്ത് ജീവനക്കാർക്ക് നിഷേധിച്ചത് പുനഃസ്ഥാപിക്കുക, പെൻഷൻ പ്രായം 60 ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ME രാജൻ, ജില്ലാ സെക്രട്ടറി K സതീശൻ, K ബാബു, MP മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. P ഹരീന്ദ്രനാഥ് രചിച്ച ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഓഗസ്റ്റ് 24-ന് വടകര ടൗൺ ഹാളിൽ നടക്കും. മഹാത്മാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന V കല്യാണം പുസ്തകം പ്രകാശനം ചെയ്യും. ലോകസഭാംഗം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങും. വില്യാപ്പള്ളി MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചരിത്രാധ്യാപകനായ P ഹരീന്ദ്രനാഥാണ് പുസ്തകം രചിച്ചത്. പാശ്ചാത്യരുടെ ആഗമനം മുതൽ യുവപ്രഭാവനായ മഹാത്മാഗാന്ധിയുടെ വധം വരെയുള്ള സംഭവ പരമ്പരകളാണ് പുസ്തകത്തിന്റെ പ്രമേയം. ഇന്ത്യയിൽ നടന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള സമകാലിക പഠനങ്ങളിലേക്കും ഇത് വെളിച്ചം വീശുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം, ഗാന്ധിജിയുടെ വധം തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മാംശങ്ങളും വിലയിരുത്തലുകളും 508 പേജുള്ള ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഓഗസ്റ്റ് 24-ന് വടകര ടൗൺ ഹാളിൽ നടക്കും. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന V കല്യാണമാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ചടങ്ങിൽ CK നാണു MLA അധ്യക്ഷത വഹിക്കും. മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാംഗവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങും. തിരസ്കരിക്കപ്പെട്ട എഴുത്തുകാരനായിരുന്നു ഉറൂബ് എന്ന് ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു. ഉറൂബ് ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഉറൂബിന്റെ സംഭാവനകൾ എന്ന ചർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രചനകളിൽ ഉയർത്തിപ്പിടിച്ച സാമൂഹിക ബോധത്തിന്റെ പേരിൽ ബോധപൂർവം തിരസ്കരിക്കപ്പെട്ട എഴുത്തുകാരനായിരുന്നു ഉറൂബ് എന്ന് പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു. ടൗൺ ഹാളിൽ ഉറൂബ് ജന്മശതാബ്ദിയുടെ ഭാഗമായി ഉറൂബ് സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച ഉറൂബിന്റെ സംഭാവനകൾ ചർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ മതേതര ബോധത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ പൊന്നാനിയാണ് ഉറൂബിന്റെ തട്ടകം. പൊന്നാനിയിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. മാനവികമായ ഉയർന്ന മൂല്യവും രാഷ്ട്രീയ ബോധവും പ്രസരിപ്പിക്കാനാണ് ഉറൂബ് ശ്രമിച്ചത്. ആ മൂല്യങ്ങളും രാഷ്ട്രീയവും പലർക്കും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന കാലമാണിത്. അതുകൊണ്ടാണ് ബോധപൂർവം ഉറൂബിനെ തിരസ്കരിക്കാൻ ശ്രമിക്കുന്നതെന്ന് കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു. പാഠ്യപദ്ധതിയിൽ പോലും ഇടം ലഭിക്കാതെ ആരോരുമില്ലാതായിപ്പോയ എഴുത്തുകാരനായിരുന്നു ഉറൂബ് എന്ന് അധ്യക്ഷത വഹിച്ച ഡോക്ടർ MN കാരശ്ശേരി പറഞ്ഞു. മഹാത്മാഗാന്ധിയിൽ നിന്ന് ലഭിച്ച മൂല്യങ്ങളായിരുന്നു ഉറൂബിന്റെ എഴുത്തിൽ അടങ്ങിയിരുന്നത്. മലബാറിൽ ഒരു കാലത്ത് പുലർന്നിരുന്ന സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷമായിരുന്നു ഉറൂബിന്റെ സാഹിത്യ പ്രപഞ്ചമെന്നും കാരശ്ശേരി അനുസ്മരിച്ചു. KP രാമനുണ്ണി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. VR സുധീഷ്, KP സുധീര എന്നിവർ സംസാരിച്ചു. AP കുഞ്ഞാമു സ്വാഗതവും പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ UDF ഭരണത്തിൽ കുത്തഴിഞ്ഞു കിടക്കുകയാണെന്ന് കേരള വിദ്യാഭ്യാസ സമിതി ജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ J പ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ UDF ഭരണത്തിൽ കുത്തഴിഞ്ഞു കിടക്കുകയാണെന്ന് വിദ്യാഭ്യാസ സമിതി ജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള വിദ്യാഭ്യാസ സമിതി ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചോദിച്ചവർക്കൊക്കെ സ്കൂളുകൾ അനുവദിച്ച് പൊതുവിദ്യാഭ്യാസത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ച സർക്കാർ നിലപാടിനെതിരെ കൺവെൻഷനിൽ പ്രതിഷേധമുയർന്നു. അനാദായകരമായ സ്കൂളുകളെ സംരക്ഷിക്കാൻ നയപരമായ ഒരു തീരുമാനവും വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നുണ്ടായില്ല. പൊതുവിദ്യാഭ്യാസ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വരെ തലപ്പത്ത് സ്വന്തം അനുയായികളെ പ്രതിഷ്ഠിക്കുകയാണ് സർക്കാർ. വിദ്യാഭ്യാസ രംഗത്ത് വർഗീയവൽക്കരണം നടപ്പാക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രമമെന്നും കൺവെൻഷനിൽ അഭിപ്രായപ്പെട്ടു. KSTA ഹാളിൽ നടന്ന കൺവെൻഷൻ കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ഓരോരുത്തരുടെയും പേരിലുള്ള അഴിമതിയുടെ അടിസ്ഥാനത്തിലാണെന്നും അറബിക് യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് അറബിക് കോളേജ് അധ്യാപകർക്ക് UGC നൽകാൻ തീരുമാനിച്ചതെന്നും ജയപ്രസാദ് പറഞ്ഞു. K. ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് E. പ്രേംകുമാർ, AKSTU സംസ്ഥാന സമിതി അംഗം P. പ്രകാശൻ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK സതീശൻ, DYFI ജില്ലാ സെക്രട്ടറി NM രാജേഷ്, കേരള വിദ്യാഭ്യാസ സമിതി ജില്ലാ കൺവീനർ RV അബ്ദുള്ള, KK സുധാകരൻ എന്നിവർ സംസാരിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കൊയിലാണ്ടി ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. MP-ക്കുള്ള ഉപഹാരം നഗരസഭാ അധ്യക്ഷ K. ശാന്ത സമർപ്പിച്ചു. കൊയിലാണ്ടി ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം സ്കൂളിന് സമർപ്പിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. K. ദാസൻ MLA ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. നഗരസഭാ അധ്യക്ഷ K. ശാന്ത MP-ക്കുള്ള ഉപഹാരം നൽകി. K. ഓമന, T. പുഷ്പ, P. രത്നവല്ലി, VP ഇബ്രാഹിംകുട്ടി, U. രാജീവൻ, വായനാരി വിനോദ്, UKD അടിയോടി, KTM കോയ, C. സത്യചന്ദ്രൻ, K. കുഞ്ഞിരാമൻ, NV വത്സൻ, P. വത്സല, P. ചന്ദ്രശേഖരൻ, TK ജയപ്രകാശ്, വിജേഷ് ഉപ്പിലാക്കണ്ടി എന്നിവർ സംസാരിച്ചു. ഒഡേസ സത്തിന്റെ സിനിമകൾ ചരിത്രരേഖകളാണെന്നും ചരിത്രം മറന്ന പലരെക്കുറിച്ചും മലയാളിക്ക് അവബോധം നൽകാൻ അവ സഹായിച്ചിട്ടുണ്ടെന്നും A. വാസു ഒഡേസ സത്യൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോരാട്ട സ്മരണകൾ ഉണർത്തി സുഹൃത്തുക്കൾ ഒഡേസ സത്യനെ അനുസ്മരിച്ചു. നളന്ദയിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് A. വാസു തുടക്കം കുറിച്ചു. അടിയന്തരാവസ്ഥയ്ക്കു ശേഷം ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ തകർന്ന നക്സലൈറ്റ് പ്രസ്ഥാനത്തിന് അടിത്തറയായത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണെന്ന് A. വാസു ഓർമ്മിച്ചു. ആ കമ്മിറ്റിയുടെ സെക്രട്ടറി സത്യനായിരുന്നു. 5 സഖാക്കളാണ് കമ്മിറ്റിയിലുണ്ടായിരുന്നത്. ആ സഖാക്കളുടെ അടിത്തറയിലാണ് പിന്നീട് കേരളത്തിലെ പ്രസ്ഥാനം വളർന്നത്. ഇക്കാര്യത്തിൽ നക്സലൈറ്റുകളുടെ അമ്മയായിരുന്നു സത്യനെന്നും അദ്ദേഹം പറഞ്ഞു. സത്യൻ എപ്പോഴും ഭാവിക്ക് അടിത്തറയാവുന്ന പോരാട്ടത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. സത്യന്റെ ചിത്രങ്ങളും ജനകീയ പോരാട്ടത്തിന് ശക്തി പകരുന്നവയാണെന്ന് A. വാസു സൂചിപ്പിച്ചു. ഇങ്ങനെ ചില മുൻഗാമികൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് അഭിമാനിക്കാം, നമ്മുടെ നാട്ടിന് അഭിമാനിക്കാം. മധുമാസ്റ്റർ, MN രാവുണ്ണി, പ്രതാപൻ തായാട്ട്, ഡോക്ടർ ഗോപിനാഥ്, MV കരുണാകരൻ, R. മോഹനൻ, KS ഹരിഹരൻ, CP റഷീദ്, ഡോക്ടർ അജയ് കുമാർ, സദാനന്ദൻ, ബൈജു, ചിത്ര, M. ദിവാകരൻ, അരുൺ എന്നിവർ സംസാരിച്ചു. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടെടുത്ത നേതാവായിരുന്നു അഡ്വക്കേറ്റ് E. രാജഗോപാലൻ നായരെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. E. രാജഗോപാലൻ നായരുടെ 21ാം ചരമവാർഷികത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവിഭക്ത കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായിരുന്ന അഡ്വക്കേറ്റ് E. രാജഗോപാലൻ നായരുടെ 21ാം ചരമവാർഷികം അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടിയിൽ നടന്നു. അനുസ്മരണ സമ്മേളനം NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം എടുത്ത നിലപാടിനെക്കുറിച്ച് പല അധികാര സ്ഥാനങ്ങളിൽ കൈവരാൻ സാധ്യതയുണ്ടായിട്ടും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് താൻ എടുത്ത നിലപാടിൽ അടിയുറച്ചുകൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ അദ്ദേഹം കാട്ടിയ ആ ധീരത, അതാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ പറയാനുള്ളത്. NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു. CK നാണു MLA, സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർ U. രാജീവൻ, അഡ്വക്കേറ്റ് സുനിൽ മോഹനൻ, KTM കോയ, അഡ്വക്കേറ്റ് V. സത്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സിമ്പോസിയത്തിൽ മതേതര രാഷ്ട്രത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയം NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി M. ആലിക്കോയ അവതരിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ, ES രാജൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൗമാര പ്രതിഭകളിൽ പുത്തൻ അറിവുകൾ പ്രകാശിപ്പിച്ച് അക്ഷരമുറ്റം ക്വിസ് സ്കൂൾ തല മത്സരങ്ങൾ കൊയിലാണ്ടിയിൽ ആരംഭിച്ചു.
എഴുത്തുകാരി ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. 1243 സ്കൂളുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ആദ്യഘട്ട മത്സരത്തിൽ പങ്കെടുത്തു. അറിവിന്റെ ആനന്ദവും ആവേശവും പകർന്ന് 4ാമത് അക്ഷരമറ്റം ക്വിസ് മത്സരങ്ങൾക്ക് തുടക്കമായി. ജില്ലയിലെ 17 ഉപജില്ലകളിലെ 1243 സ്കൂളുകളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ആദ്യഘട്ടത്തിലെ മത്സരത്തിൽ പങ്കെടുത്തത്. സ്കൂൾ തല മത്സരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ ഖദീജ മുംതാസ് നിർവഹിച്ചു. പരാജയത്തെക്കുറിച്ചുള്ള അപകർഷത മാറ്റിവെക്കാൻ കഴിയുമ്പോഴേ വലിയ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയുള്ളൂവെന്ന് ഖദീജ മുംതാസ് അഭിപ്രായപ്പെട്ടു. നമ്മൾ വളരെ നിഷ്കളങ്കരായിരിക്കണം. നമുക്ക് കുറെ അറിയാം, കുറെ നാട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ ശരിയായ രീതിയിൽ നമുക്ക് വിജ്ഞാനം ആർജിക്കാൻ അത് തടസ്സമായിട്ടുണ്ട്. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ അധ്യക്ഷനായിരുന്നു. ദേശാഭിമാനി ചീഫ് എഡിറ്റർ VV ദക്ഷിണാമൂർത്തി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ ചെയർപേഴ്സൺ കെ ശാന്ത, വൈസ് ചെയർമാൻ TK ചന്ദ്രൻ, വാർഡ് കൌൺസിലർ സുധ കിഴക്കേപ്പാട്ട്, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ P ബാബുരാജ്, ഹെഡ്മാസ്റ്റർ MM ചന്ദ്രൻ, CPIM ഏരിയ സെക്രട്ടറി KK മുഹമ്മദ്, DYFI ജില്ലാ പ്രസിഡന്റ് C അശ്വിനി ദേവ്, PTA വൈസ് പ്രസിഡന്റ് M സുധീർദാസ് എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം സംഘടനാ പ്രസിഡന്റ് P ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിലാണ് ചേർന്നത്. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സെക്രട്ടറി KK ഭാസ്കരൻ, ജനറൽ സെക്രട്ടറി K വിജയരാഘവൻ, ജോയിന്റ് സെക്രട്ടറി M ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് വെച്ച് നവംബറിൽ നടക്കുന്ന അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം വിജയകരമാക്കാൻ എല്ലാ മെമ്പർമാരും പ്രവർത്തിക്കണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. സമ്മേളനത്തിന്റെ നടത്തിപ്പുമായി വിപുലമായ കമ്മിറ്റി രൂപീകരിക്കുന്നത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ നൂതനവും ക്രിയാത്മകവുമായ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ KM അബൂബക്കറിനെ കോഴിക്കോട് പൌരാവലി ആദരിക്കുന്നു. ഓഗസ്റ്റ് 24 വൈകുന്നേരം KP കേശവമേനോൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. MK രാഘവൻ MP, MP അബ്ദുസമദ് സമദാനി MLA, PTA റഹീം, പ്രദീപ് കുമാർ MLA തുടങ്ങിയവരും പങ്കെടുക്കും. കേരള PSC എംപ്ലോയീസ് യൂണിയൻ 41ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 23, 24 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. DYFI ദേശീയ പ്രസിഡന്റ് MB രാജേഷ് MP ഉദ്ഘാടനം ചെയ്യും. യാത്രയയപ്പ് സമ്മേളനം പാലോളി മുഹമ്മദ് കുട്ടിയും സാംസ്കാരിക സമ്മേളനം ഡോക്ടർ KN ഗണേഷും ഉദ്ഘാടനം ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി VB മനുകുമാർ പറഞ്ഞു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി തെപ്പരഥോത്സവം ഓഗസ്റ്റ് 25 മുതൽ 29 വരെ 5 ദിവസങ്ങളിലായി നടക്കും. അഷ്ടദ്രവ്യ കൂട്ട് മഹാഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുന്ന ഉത്സവത്തിൽ എല്ലാ ദിവസവും ഗജപൂജ അടക്കമുള്ള വിശേഷാൽ പൂജകൾ നടക്കും. വിനായക ചതുർത്ഥി ദിവസം തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ അന്നദാനവും ഉണ്ടാകും. ക്ഷേത്രത്തിലെ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ ആദ്യ പ്രദർശനം ഓഗസ്റ്റ് 24 വൈകിട്ട് 6 മണിക്ക് ഒരുക്കുമെന്നും സംഘാടക സമിതി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊയിലാണ്ടി നെല്ലിയാടിക്കടവിൽ എക്സൈസ് സംഘത്തിന്റെ റെയ്ഡ്. 600 ലിറ്റർ വാഷും 15 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വളരാൻ സഹായിക്കുന്ന നയങ്ങളാണ് BJP സർക്കാർ നടത്തുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T സിദ്ദിഖ്. വൃക്ക ധമനി വീക്കത്തിന് 3D ലാപ്രോസ്കോപ്പി ലോകത്താദ്യമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ. അതിസങ്കീർണ ശസ്ത്രക്രിയ വിജയം. രോഗി സാധാരണ ജീവിതത്തിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.